ഹായ്, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മുടെ യൂണിറ്റ് ഫസ്റ്റ് നമ്മൾ ഫിനിഷായി. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ് അസസ്മെൻറ്റ് അല്ലേ? വാട്ട് ഈസ് ദ റോൾ ഓഫ് അസസ്മെൻറ്റ്, പർപ്പസ് ഓഫ് അസസ്മെൻറ്റ് ഇൻ ലേണിംഗ് പ്രോസസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഒപ്പം തന്നെ വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ഫോർ ദ അസസ്മെൻറ്റ്, ഡിഫറെൻറ്റ് അസസ്മെൻറ്റ് പ്രാക്ടീസസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള അസസ്മെൻറ്റ് പ്രാക്ടീസസ് നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് യൂണിറ്റിൽ അല്ലെ. ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് സ്കൂളിൻ്റെ ആ ബിൽഡിങ്ങിലേക്ക് നമ്മൾ കയറാൻ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഗേറ്റ് കടന്ന് സ്കൂളിൻ്റെ ആ ഗ്രൗണ്ടിലേക്ക് എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കാൻ പോവാം. അതായത് നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് അസസ്മെന്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ ആയിരുന്നു അല്ലേ. എന്തായിരുന്നു അസസ്മെന്റ്, എങ്ങനെയാണ് അതിൻ്റെ റോൾ എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, അതുപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് പ്രാക്ടീസസ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഇനി നേരെ എങ്ങോട്ട് കയറുകയാണ്? നമ്മുടെ സ്കൂളിൻ്റെ ഓരോ ക്ലാസ് റൂമിലേക്ക് കയറുകയാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം. ഓക്കെ. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും എന്തായിരിക്കും ചർച്ച ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇവാലുവേഷൻ അല്ലേ. ക്ലാസ് റൂമിൽ നമ്മളിപ്പോൾ ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ച് നമ്മൾ എന്തായിരിക്കാം ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം? ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ആൻഡ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്. ബിഹേവിയറിസ്റ്റ് അപ്രോച്ചും കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിനെയും ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റുഡൻറ് ഇവാലുവേഷൻ നടത്തുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ വളരെ മനോഹരമായി പഠിച്ചു തീർത്ത രണ്ട് കോൺസെപ്റ്റുകളാണ്. ഒന്ന് ബിഹേവിയറിസ്റ്റ് കോൺസെപ്റ്റ്, അതുപോലെ രണ്ടാമത്തേത് കൺസ്ട്രക്റ്റിവിസ്റ്റ് കോൺസെപ്റ്റ്. ബിഹേവിയറിസ്റ്റിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ. ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ അത് തന്നെയാണ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്. തെറ്റിദ്ധരിക്കേണ്ട, രണ്ടിനെയും സെയിം തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡല് അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്. നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ആയിരിക്കും അല്ലേ. അപ്പോൾ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്താണ്, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്താണ്, അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിട്ട് ഇവാലുവേഷൻ നമ്മൾ നടത്തുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ബിഹേവിയറിസത്തെ കുറിച്ച് നമുക്ക് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് വരുന്നത്. അപ്പോൾ ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ബേസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അല്ലെ. സൈക്കോളജിയിലും നമ്മൾ ഈ ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിനെ കുറിച്ചിട്ടുള്ള തിയറീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വല്ലാണ്ട് ഞാൻ അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല, നമ്മൾ അതിൻ്റെ ഇവാലുവേഷനിലേക്ക് മാത്രമേ കടക്കുന്നുള്ളൂ. അപ്പോൾ അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലെ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം അതിൻ്റെ പോയിന്റ്സ് ഒന്ന് പറയുകയാണ്. അതിനിടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞു. ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ അടുത്ത മാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉഷാറായിട്ട് പഠിപ്പ് തുടങ്ങാം. ഇതുവരെയൊക്കെ നമ്മൾ കളിച്ച് ചിരിച്ച് നടന്നു, പോട്ടെ, ഞാൻ അതൊക്കെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെമസ്റ്റർ നമുക്ക് തുടങ്ങിയെന്നറിയാം, അതിങ്ങനെ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് സെമസ്റ്ററിലാണ്. സെക്കൻഡ് സെമസ്റ്റർ വിടണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് സെമസ്റ്ററിൽ. അപ്പോൾ പോർഷൻസ് ഒക്കെ പഠിച്ചു തുടങ്ങല്ലേ. നാളെ മുതൽ വേണ്ട, നാളത്തേക്ക് വെക്കണ്ട, അതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യാം? ഇന്ന് മുതൽ തുടങ്ങാം അല്ലേ. ഇന്ന് നല്ല ദിവസമാണ്, നല്ല ഐശ്വര്യമുള്ള ദിവസം. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങുകയല്ലേ. ഒരു രണ്ട് പേപ്പർ വെച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തോളൂ. ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് രണ്ട് പേപ്പർ വെച്ചിട്ടാണ് തുടങ്ങുക. ഉഷാറാവട്ടെ കേട്ടോ. അപ്പം
നമ്മുടെ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് വെച്ച് നമ്മൾ സ്റ്റുഡൻസിന്റെ ഇവാലുവേഷൻ നടത്തുന്നതിന് മുൻപ് എന്താണ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഞാനൊക്കെ ഒരു ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് മോഡലിലുള്ള ക്ലാസ് റൂം അറ്റൻഡ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും, മിക്കവാറും നിങ്ങളെല്ലാവരും കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫോമാറ്റിലൂടെ വന്ന കുട്ടികളാണ്. അപ്പോൾ ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു പോകാം. നമുക്കറിയാം, ബിഹേവിയറിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ആദ്യത്തെ പോയിന്റാണ് എന്ത്? ഇറ്റ് ഈസ് ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച് അല്ലെ. ടീച്ചർക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ടീച്ചറാണ് അവിടെ മെയിൻ റോൾ, ടീച്ചറാണ് ആ ക്ലാസ് റൂമിനെ കൺട്രോൾ ചെയ്യുന്നത്, ടീച്ചർക്കാണ് അവിടെ ഒരു പവർ. അങ്ങനെയുള്ള ഒരു ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്ത്? ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്. പിന്നെ നമുക്ക് എന്ത് പറയാം? കണ്ടന്റ് ഓറിയന്റഡ് ആണ്. ടീച്ചർ എന്താണോ പഠിപ്പിക്കാൻ പോകുന്നത് ആ കണ്ടന്റ് വളരെ ശക്തമായ രീതിയിൽ എങ്ങനെയൊക്കെ ടീച്ചർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് കുട്ടിയിലേക്ക് എത്തിക്കാം. അങ്ങനെ കണ്ടന്റ് ഓറിയന്റഡ് ആണ്. പിന്നെ നമുക്ക് എന്ത് പറയാം? എംഫസൈസസ് ഓൺ ടീച്ചിങ് അല്ലെ, നേരത്തെ പറഞ്ഞത് തന്നെ. ദെൻ ലേണിംഗ് ആസ് എ മെക്കാനിക്കൽ പ്രോസസ്. ബിഹേവിയറിസത്തിലെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള, ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ലേണിംഗ് ഈസ് സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ്. ലേണിംഗ് എന്ന് പറയുന്നത് സ്റ്റിമുലസും റെസ്പോൺസസും കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന, സ്റ്റിമുലസും റെസ്പോൺസസും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിലാണ് എന്തുണ്ടാകുന്നത്? ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ലേണിംഗ് ഈസ് ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ലെ, ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നത്. നമ്മൾ ടാക്സോണമി പഠിച്ചു അല്ലെ, ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ 3 ഡൊമൈൻസ്: കോഗ്നിറ്റീവ് ഡൊമൈൻ, എഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ. ഈ 3 ഡൊമൈനിൽ എന്താണ്? കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. ആ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ക്ലാസ് റൂമിൽ ടീച്ചിങ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ബിഹേവിയർ മോഡിഫിക്കേഷൻ, ഇങ്ങനെ നമ്മൾ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചസ് അല്ലേ. ആ ബിഹേവിയറൽ ചേഞ്ചസിന് നമ്മളൊരു ടേം പറയുമല്ലോ, സ്പെസിഫിക്കേഷൻ അല്ലേ, ഓർമ്മയുണ്ടോ? ബിഹേവിയറൽ ചേഞ്ചസിനെയാണ് നമ്മൾ പറയുന്ന വാക്കാണ് സ്പെസിഫിക്കേഷൻ. കുട്ടി എന്താണ്? റെക്കഗ്നൈസ് ചെയ്യുന്നു. ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ, അമീബയുടെ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഇത് അമീബയാണ്. അല്ലെങ്കിൽ കിഡ്നിയുടെ ഒരു പിക്ചറാണ് കാണണമെങ്കിൽ ഇതാ കിഡ്നിയാണ്. അല്ലെങ്കിൽ ട്രയാങ്കിൾ കാണണം, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, ഇത് റെക്റ്റാങ്കിൾ ആണ്, അല്ലെങ്കിൽ സർക്കിൾ ആണ് എന്നിങ്ങനെയുള്ള ഒരു തിരിച്ചറിയൽ അല്ലേ. അപ്പൊ ഇങ്ങനെ ആ ഒരു റെക്കഗ്നീഷൻ. അതുപോലെ എന്താണ്? കമ്പയർ ചെയ്യുക, 2 കോൺസെപ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. പിന്നെന്താ? ക്ലാസിഫിക്കേഷൻ അല്ലേ. ഇവരൊക്കെ എന്താണ്? ഇന്ന കാറ്റഗറിയിൽ പെട്ടതാണ്, ഇവരൊക്കെ ഇന്ന കാറ്റഗറിയിൽ പെട്ടതാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തുക. അതുപോലെ എന്താണ്? ഇന്റർപ്രിറ്റേഷൻ നടത്തുക. ഇങ്ങനെയുള്ള ബിഹേവിയറൽ ചേഞ്ചസ് വരുന്ന ഒരു അപ്രോച്ചാണ് ഇത് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്. പിന്നെന്താ പറയുന്നത്? റിവാർഡ്, പനിഷ്മെന്റ്, അതുപോലെ റീഇൻഫോഴ്സ്മെന്റ് മേക്ക് ലേണിംഗ് എഫക്റ്റീവ്. അപ്പോൾ ബിഹേവിയറിസ്റ്റിലെ കുറച്ച് പോയിന്റ്സ് മാത്രം ഞാനിവിടെ നോട്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിനൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു മാത്രം. അപ്പം മെയിനായിട്ടും ലേണിംഗ് ഇൻ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്, ലേണിംഗ് ഈസ് എന്താണ്? സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പാണ്. അതിലൂടെയാണ് കുട്ടി ലേണിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒപ്പം തന്നെ ആ കുട്ടിക്ക് എന്ത് വരുന്നു? ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നു. പിന്നെ അതിനെ കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ റിവാർഡ്, അതുപോലെ പനിഷ്മെന്റ്, പിന്നെന്താ റീഇൻഫോഴ്സ്മെന്റ്, ഇങ്ങനെയുള്ള കലാപരിപാടികളും കൂടെ ഇതിൻ്റെ ഒപ്പം കമ്പൈൻ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച് ആയിട്ടുള്ള, കുട്ടികൾക്ക് വലിയ റോളില്ലാത്ത, അതുപോലെ തന്നെ തിങ്കിങ് പവർ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു ഡിഫറെൻറ്റ് സ്കിൽസ്, കോസ്കോളാസ്റ്റിക് സ്കിൽസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിൽ ഇല്ല. അവിടെ റേഡിയോ പോലെയാണ്. എന്താണ് റേഡിയോയിൽ നമുക്ക് എന്താണ് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ടി വി എടുക്കാം, ടി വിയിലാണെങ്കിലും നമുക്ക് എന്താണ് കാണുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാം. തിരിച്ച് നമുക്ക് അപ്പം തന്നെ അങ്ങോട്ട് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നീട് നമുക്ക് അറിയിക്കാം എന്നല്ലാതെ അപ്പം തന്നെ നമുക്ക് ഒരു കമൻറ്റ് പാസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ടീച്ചർ എന്താണോ പറയുന്നത്, ക്ലാസ് റൂമിൽ ടീച്ചർ എന്ത് പറയുന്നോ അത് മിണ്ടാതെ ഇരുന്ന് കേൾക്കുന്നു. കേട്ട് കഴിഞ്ഞിട്ടോ അത് വീട്ടിൽ പോയിരുന്ന് ബൈഹാർട്ട് ചെയ്യുന്നു. ബൈഹാർട്ട് ചെയ്ത് അത് എക്സാം വരുമ്പോൾ ആ എക്സാമിൽ എഴുതി വയ്ക്കുന്നു, മാർക്ക് വാങ്ങിക്കുന്നു, കഴിഞ്ഞു. അതാണ് ഒരു ബിഹേവിയറിസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ആ ബിഹേവിയറിസത്തിനെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്കൊന്ന് കൊണ്ടുവന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബിഹേവിയറിസത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, അല്ല, ഇന്നത്തെ നമ്മുടെ ഒരു കാലാവസ്ഥ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ സ്കൂളിൻ്റെ ഒരു ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു CBSE സ്കൂളുകളിലാണ് ഈ ഒരു അപ്രോച്ച് ഇപ്പോൾ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്നത്. ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്, അതായത് ടീച്ചർ നല്ല രീതിയിൽ കണ്ടന്റ് കുട്ടിയിലേക്ക് എത്തിക്കുക, അതിൽ മാത്രമാണ് ശ്രദ്ധ. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ CBSE സ്കൂളിൽ പഠിപ്പിക്കുന്നവരുണ്ട്, അവരുടെ മക്കളും പഠിക്കുന്നവരുണ്ട്. അപ്പോൾ പഠനം, ലേണിംഗ് മാത്രമേ ഉള്ളൂ അവിടെ. CBSE സ്കൂൾസ് എന്ന് പറഞ്ഞാൽ ലേണിങ്ങിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറിച്ച് നിങ്ങൾ ഒരു എയ്ഡഡ് സ്കൂളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിലോ സ്റ്റേറ്റ് സിലബസ് കീപ്പ് ചെയ്യുന്ന എയ്ഡഡിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിലോ പോവുകയാണെങ്കിൽ അവിടെ എന്താണ്, സ്റ്റേറ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ കുട്ടികളുടെ ഡിഫറെൻറ്റ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ CBSE സ്കൂളിൽ ഞാൻ കുറ്റപ്പെടുത്തല്ല, കുറച്ചും കൂടെ അങ്ങനെയാണ്. അവിടെ പോകുന്ന കുട്ടികളുടെയൊക്കെ പാരൻസിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലേണിംഗ്, പിന്നെ കലാപരിപാടികൾക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, അവിടെ കുറച്ചും കൂടെ ടാലൻറ്റഡ് ആയിട്ടുള്ളവർക്ക് തിളങ്ങാം, അത്ര തന്നെ. അല്ലാതെ കുറേശ്ശൊക്കെ ടാലൻ്റ് ഉണ്ട്, ഇനി എനിക്ക് ടാലൻ്റ് ഉണ്ടോ എന്നിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എനിക്ക് ചെയ്തു നോക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു ചാൻസ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് അവിടെ വലിയ റോളൊന്നുമില്ല. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ആനുവൽ ഡേക്കോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒക്കെ ചാൻസ് ഉണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കാണ്, അങ്ങനെയാണ്. ഞാൻ CBSE സ്കൂളിനെ ആക്ഷേപിച്ച് പറയല്ല, പക്ഷെ കുറച്ചും കൂടെ ലേണിങ്ങിന്, അതായത് അവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഡക്ട്സിനെ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത്, അവരെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു അക്കാഡമിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് മാത്രം മതിയോ? അത് പോരല്ലോ അല്ലേ, കുറച്ചും കൂടെ. അപ്പോൾ എല്ലാവർക്കും അക്കാഡമിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നല്ല രീതിയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവരുടെ ഡിഫറെൻറ്റ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ ബിഹേവിയറിസത്തിനെ തള്ളി മാറ്റി നമ്മുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് വന്നത്. ശരിക്കും ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്ന് പറയാറില്ല, ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് എന്നാണ് പറയാറ്. അതായത് പാരമ്പര്യങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിൽ ഫോളോ ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡാണ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്. അതിപ്പോൾ പാടെ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളിലൊക്കെ ഒരു 90% പോയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രൊസീജിയറിലൂടെ തന്നെയാണ് പോകുന്നത്. അതിൽ നിന്നും കുട്ടികളുടെ ഒരുപാട് ഡിഫറെൻറ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുമുണ്ട്. അപ്പോൾ എനിക്കും എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ മക്കളും സ്റ്റേറ്റ് സിലബസ് സ്കൂളിലാണ് പഠിക്കുന്നത്. പലരും വളരെ പരിഹാസത്തോട് കൂടിയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ CBSEയിൽ ചേർത്തിക്കൂടെ, എന്തിനാ സ്റ്റേറ്റിൽ ചേർത്തിയേ, സ്റ്റേറ്റ് സിലബസ് സ്കൂളിൽ ചേർത്തിയെന്ന്. എനിക്ക് കുറച്ചും കൂടെ കമ്പയറിങ് ഇത് നോക്കുമ്പോൾ CBSEക്കാളും കുറച്ചും കൂടെ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് സ്റ്റേറ്റ് സിലബസിൻ്റെ സ്കൂളാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ CBSEനെ ആക്ഷേപിക്കുകയോ ഒന്നും അങ്ങനെ ഒരു പിന്നിലൊരു ദുരുദ്ദേശമൊന്നുമില്ല. CBSE നല്ലതാണ്, നന്നായി കഴിവുള്ളവർക്കൊക്കെ നല്ല ചാൻസ് ഒക്കെ കിട്ടുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ചിലരുടെ ഫീഡ്ബാക്ക് ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ അതാ 2 ദിവസം മുന്നേ വരെ കിട്ടിയതാണ്. CBSE സിലബസിൽ നിന്നും സ്റ്റേറ്റ് സിലബസിലേക്ക് മാറിയപ്പോൾ ആദ്യത്തെ ഒരു വർഷം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം വളരെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. മാത്രമല്ല ആ കുട്ടിക്ക് സ്പീക്കിംഗ് സ്കില്ലുണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഓരോ ആക്ടിവിറ്റീസിൽ നിർബന്ധമായും പങ്കെടുക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞത് ജൂൺ 19 റീഡിംഗ് ഡേ സെലിബ്രേഷൻ ഓൺലൈൻ ആണെങ്കിൽ പോലും ഓൺലൈനായിട്ടും സെലിബ്രേഷൻ നടത്താണ്. എല്ലാ കുട്ടികളും ഒരു പുസ്തകം വായിച്ചിരിക്കണം, അന്നെങ്കിലും വായിക്കൂലോ അപ്പോൾ. അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഒരു സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തണം, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും എന്താണ് ഒരു ലൈബ്രറി, ചെറിയൊരു ലൈബ്രറി അവനവൻ്റെ വീട്ടിൽ സെറ്റാക്കണം. ഇങ്ങനെയുള്ള ടാസ്കുകൾ കൊടുക്കുന്നു, നിർബന്ധമായും ചെയ്യിപ്പിക്കുന്നു അവരുടെ ഉള്ള സൗകര്യം അനുസരിച്ച്. അതിനുവേണ്ടി ഇപ്പോൾ അവർ വേറെ റൂമൊന്നും പണിയണ്ട, ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെയുള്ള റീഡിംഗ് ഡേ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എന്താണ് റീഡിംഗ് ഡേ, വായനാ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളും കൂടെ കുട്ടിക്ക് അറിയാണ്. അപ്പോൾ ഇതൊക്കെ അവൻ്റെ അറിവിനെ കൂടുതലായിട്ട് പരിപോഷിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇനിയിപ്പോൾ അടുത്ത ജൂലൈ മാസത്തിൽ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഏതെങ്കിലും ഡേയ്സ് വരികയാണെങ്കിൽ ഇപ്പോൾ September 5 ടീച്ചേഴ്സ് ഡേ, ഇങ്ങനെയുള്ള പ്രധാന ദിവസങ്ങളെക്കുറിച്ചും അതിൻ്റെ സെലിബ്രേഷൻസൊക്കെ നടന്നതിലൂടെ കുറേയൊക്കെ കുട്ടികൾക്ക് അറിവ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള അറിവ് മാത്രമല്ല, ഇങ്ങനെയുള്ള അറിവും കൂടിയാണ് കുട്ടിയെ കൂടുതലായിട്ട് സമ്പന്നരാക്കുന്നത്. അപ്പോൾ ഇതാണ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനെ ഇനി എങ്ങനെയാണ് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഈ അപ്രോച്ച് എന്ന് പറയുന്നത്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആക്ട്സ് ആസ് ദ ബേസിസ് ഓഫ് ഇവാലുവേഷൻ. ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിലെ
ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് ബേസിസ് ആയിട്ട് നമ്മൾ ഇവാലുവേഷനെ എടുക്കുന്നത്. അതായത് ഇവാലുവേഷൻ ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടാക്സോണമിയെ കുറിച്ചിട്ട് അല്ലേ. ഞാനിപ്പോൾ ഒരു കണ്ടന്റ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കും എൻ്റെ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ. ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ആ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുക. ക്ലാസ് എടുക്കുമ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ലേണിംഗ് എക്സ്പീരിയൻസസ്, അതിലൂടെ അവൻ എന്ത് ചെയ്യാണ്, ഞാൻ ഉദ്ദേശിച്ച പാഠഭാഗങ്ങൾ, എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അത് കുട്ടിയിലേക്ക് എത്തിക്കുന്നു അല്ലെ. എന്നിട്ട് അതിനുശേഷം ഞാൻ അത് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഈ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട്, ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെ, ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇവാലുവേഷൻ നടത്തുകയാണ്. അപ്പോൾ അതാണ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിൽ നടക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും അവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്, അക്കാഡമിക് അച്ചീവ്മെന്റ്. അക്കാഡമിക് ആയിട്ടുള്ള അച്ചീവ്മെന്റിനെയാണ്. സ്റ്റുഡൻസ് എബിലിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് ആൻഡ് റെപ്ലിക്കേറ്റ് ദ നോളജ് ബാക്ക് ടു ദ ടീച്ചർ അല്ലെ. സ്റ്റുഡൻസിന്റെ എബിലിറ്റി, ടീച്ചർ എന്താണോ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അത് ടീച്ചർക്ക് തന്നെ തിരിച്ച് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ വെട്ടിപ്പോയി നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് അത് തിരിച്ച് ഒരു ടെസ്റ്റ് പേപ്പറിലൂടെ തിരിച്ച് ടീച്ചർക്ക് തന്നെ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിൽ. അതായത് അക്കാഡമിക് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് മാത്രമാണ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ആണോ, അതിന് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇവാലുവേഷൻ്റെ ആവശ്യകതയേ ഉള്ളൂ. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുൻപൊക്കെ 10ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മാസങ്ങളിൽ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ മാർച്ചിൽ എക്സാം ഉണ്ടാവും. അതൊരു ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യും, പിന്നത്തെ ബുധനാഴ്ച കഴിയും. ഒരു ദിവസം 2 പരീക്ഷ വെച്ച്, അങ്ങനെ 10 പരീക്ഷ അല്ല 12 പരീക്ഷ. ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്ത് ബുധൻ വ്യാഴം വെള്ളി പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ, ഇങ്ങനെ 12 പരീക്ഷകളാണ് ഉണ്ടായിരുന്നത്. ഞാനൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ജൂൺ മുതൽ മാർച്ച് ഈ എക്സാം തുടങ്ങുന്നത് വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ കാര്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്കൂളിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടോ, അതിനൊന്നിനും ഇവിടെ ഒരു മാർക്കും ഇല്ല, ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അവസാനം ആ 2 മണിക്കൂർ ടൈമിൽ കുട്ടി എന്താണോ എഴുതി വെക്കുന്നത് അതാണ് അവൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് പോയി കിട്ടി. അപ്പോൾ അല്ലെങ്കിൽ പരീക്ഷ എഴുതണം പാസ്സാവണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ CBSE 12ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് അവർക്ക് എക്സാം നടത്തിയിട്ടില്ല. അവരുടെ റിസൾട്ട് എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇന്നലെ പത്രത്തിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. ആ സ്റ്റാർട്ടിങ് തൊട്ട് അവരുടെ +1 അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, +2 അവരുടെ പെർഫോമൻസ്, ഓരോ ടേമിൽ അവർ എങ്ങനെയായിരുന്നു, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരുടെ അസസ്മെന്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മെയിനായിട്ടും ആ ആനുവൽ എക്സാമിനേഷൻ എന്താണോ സമ്മേറ്റീവ് അസസ്മെന്റ്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇവാലുവേഷനാണ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തായാലും നമുക്കറിയാം ഡ്രോബാക്സ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡ്രോബാക്സ്? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവാലുവേഷൻ നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഡ്രോബാക്സ്, ഒന്ന് ഇമ്പോർട്ടൻസ് ഗിവൺ ടു അക്കാഡമിക് അച്ചീവ്മെന്റ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അക്കാഡമിക് അച്ചീവ്മെന്റിനാണ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്കിൽസ്, ഡ്രോയിങ് സ്കിൽസ് ഉള്ള കുട്ടികളുണ്ടായിരിക്കാം, അതുപോലെ റീഡിങ് സ്കിൽസ്, ലിറ്റററി സ്കിൽസ്, അതുപോലെ സ്പോർട്സ്, ആർട്സ്, സിംഗിങ്, ഡാൻസിങ്, ഇഷ്ടം പോലെ മിമിക്രി, മോണാക്ട്, ഇങ്ങനെയുള്ള ആർട്സ് കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾ, അതുപോലെ ഡ്രോയിങ്, പെയിൻറ്റിങ്, ഇഷ്ടംപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്കിൽസ് ഉള്ള കുട്ടികളുണ്ടായിരിക്കാം. അവരുടെ ആ സ്കിൽസൊക്കെ അവിടെ അവിടെ തന്നെ കുഴിച്ചു മൂടപ്പെട്ടു അല്ലേ. പിന്നെ പലരും പറയാറുണ്ട് BEdന് വരുമ്പോൾ, നമ്മുടെ ആർട്സ് ഫെസ്റ്റിനും അതുപോലെ നമ്മുടെ കോളേജിൽ ഓരോ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും സ്റ്റേജിൽ കയറുമ്പോൾ പറയുന്ന ഡയലോഗാണ്, ഞാൻ ആദ്യമായിട്ടാണ് തിരുവാതിരക്കളി കളിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒപ്പന കളിക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് മിമിക്രി ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ അവർ സ്റ്റേജിൽ കയറി ചെയ്യുമ്പോഴാണ് അവർ സൂപ്പറായിട്ട് ചെയ്യുന്ന നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഭയങ്കര സങ്കടമാണ്, അയ്യോ ഇതൊന്നും ചെറുപ്പത്തിൽ ഞാൻ അറിഞ്ഞില്ലല്ലോ, എനിക്കിത് ചെയ്യാൻ അറിയും എന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു അവസരം കിട്ടുകയാണ് ഈ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? എംഫസിസ് ഗിവൺ ടു സമ്മേറ്റീവ് അസസ്മെന്റ്. സമ്മേറ്റീവ് അസസ്മെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ദെൻ മെന്റൽ പ്രോസസ് ആർ നോട്ട് കൺസിഡേർഡ്. മെന്റൽ പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല.
അതാണ് വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയും. കുട്ടിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിങ് നടക്കുമ്പോൾ പ്രോസസ്സേഴ്സിനെ നമുക്ക് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അവൻ സ്വയം ചിന്തിച്ച് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ചെയ്തു എന്നല്ലാതെ മോട്ടിവേറ്റ് ചെയ്ത് ടീച്ചറുടെ മോട്ടിവേഷനിലൂടെ കുട്ടിയുടെ മെൻ്റൽ എബിലിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുന്നില്ല. പിന്നെ ഇമ്പോർട്ടൻസ് ടു പ്രോഡക്റ്റ്സ്, നല്ല നല്ല പ്രോഡക്ട്സ് അല്ലേ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അവർ കോൺവെൻറ്റ് പ്രോഡക്ട്സ് ആണ്, സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റിലെ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അങ്ങനെ ആ സ്കൂളിൻ്റെ ഒരു സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റാണ് അങ്ങനെയുള്ള പ്രോഡക്റ്റാണ് പറയുന്നത്. അപ്പോൾ ഫൈനൽ എന്താണോ ആ മാർക്ക് അച്ചീവ്മെൻറ്റ് അതിനെ ഉദ്ദേശിച്ചിട്ടാണ് മെയിനായിട്ടും പറയുന്നത്. പിന്നെ നോ കണ്ടിന്യൂസ് അസസ്മെൻ്റ് അല്ല, നേരത്തെ പറഞ്ഞ മാതിരി ലാസ്റ്റ് എക്സാമിൻ്റെ ആ 2 മണിക്കൂറിൽ അവന് കിട്ടുന്ന റിസൾട്ട്. പിന്നെ കോസ്കോളാസ്റ്റിക് എബിലിറ്റീസ് ആർ നോട്ട് കൺസിഡേർഡ്. അവൻ്റെ സ്കോളാസ്റ്റിക് അല്ലാത്ത നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും മറ്റ് സ്കിൽസിനെ ഒരിക്കലും അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നോ ഇമ്പോർട്ടൻസ് ടു ഹയർ ലെവൽ കൊഗ്നിറ്റീവ് ബിഹേവിയേഴ്സ് ഓർ പ്രോസസ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടാക്സോണമിയിൽ കൊഗ്നിറ്റീവ് ഡൊമൈൻ പറഞ്ഞു അല്ലേ, അതിലേതാണ് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. പിന്നീടാണ് RBT വന്നത്, റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി വന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ടാക്സോണമിയിലെ കൊഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന ഈ നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ വരെയൊക്കെ നല്ല രസമായിട്ട് പോകും, ക്ലാസ് റൂം വരെ പോകും. അത് കഴിഞ്ഞിട്ടാണ് അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ ഒക്കെ വരുന്നത്. ആ ഒരു ഒബ്ജക്റ്റീവ്സ് കുട്ടിയിലേക്ക് എത്താനായിട്ട് കുറച്ച് പാടുണ്ട്. അതുപോലെ തന്നെ എഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടർ ഡൊമൈനും ഒക്കെ ഡെവലപ്മെൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൊഗ്നിറ്റീവ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് പ്രോസസ്സിൻ്റെ ഒരു കുറച്ച് കുറവുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഡ്രോബാക്സ്. കുറച്ചും കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നോക്കുക, ഏത് അപ്രോച്ചായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്നുള്ളത്. കുട്ടിയുടെ എല്ലാ സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഏതായിരിക്കും. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ അക്കാഡമിക് പെർഫോമൻസിൽ മാത്രം ഒതുക്കി നിർത്തണോ, അതോ ഡിഫറെൻറ്റ് കോസ്കോളാസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ എന്നുള്ളതും കൂടെ ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ്. അപ്പം ആ ചോദ്യചിഹ്നത്തിൻ്റെ ഉത്തരമാണ് എന്ത്, പിന്നീട് നിങ്ങളൊക്കെ പഠിച്ചു വന്ന രീതിയായ കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫോമാറ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പുതിയ പുതിയ മോഡൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എല്ലാ ഫോമാറ്റും നമുക്ക് നമ്മുടെ കണ്ടന്റിന് അപ്രോപ്രിയേറ്റ് ആവണമെന്നില്ല. പിന്നെയും നിങ്ങൾ പുതിയ മോഡൽസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ പഠിക്കുന്നുണ്ടാവും. പക്ഷെ അത് എല്ലാ കണ്ടന്റിനും അപ്രോപ്രിയേറ്റ് ആയിട്ടില്ല. മെയിനായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷനിൽ നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫോമാറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിനെ അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ, അതിനെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ആ ഇവാലുവേഷൻ എങ്ങനെയാണ്, ആ ഇവാലുവേഷൻ്റെ ഡ്രോബാക്സ് എന്താണ്. ഡ്രോബാക്സ് പറയാനുള്ള കാരണം ആ ഇവാലുവേഷൻ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അത് പണ്ട് നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് അത് മാറാനുള്ള കാരണം എന്നുള്ളതിനാണ് ഞാൻ ഡ്രോബാക്സ് പറഞ്ഞത്. അപ്പോൾ ഡ്രോബാക്സ് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രസൻറ്റ് അപ്രോച്ചായിട്ടുള്ള കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫോമാറ്റ്, ആ ഫോമാറ്റിലൂടെ എങ്ങനെ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്സ്. ഡ്രോബാക്സ് ഉണ്ടാകാം, ഇല്ല എന്ന് പറയുന്നില്ല, നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക. ഞാൻ നേരത്തെ പറഞ്ഞത് പഠിക്കാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you.